രാജ്യം നിലവിൽ വലിയ രീതിയിൽ സുരക്ഷാ ഭീഷണി നേരിടുന്നുണ്ട് എന്നതാണ് ഒരു പ്രധാന കാര്യം. കാരണം എന്ത് അനിഷ്ട സംഭവങ്ങളും രാജ്യത്ത് ഏത് നിമിഷം വേണമെങ്കിലും സംഭവിക്കാം എന്നതാണ് പ്രധാന കാര്യം. ഹണി ട്രാപ്പിലൂടെ ഇന്ത്യൻ പൗരന്മാരെ കുടുക്കി ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ വിവരങ്ങൾ ചോർത്തിയെടുക്കാൻ പാകിസ്ഥാൻ ഓരോ നീക്കങ്ങളും നടത്തുന്നുണ്ട്. കൂടാതെ 3 ദിവസം മുമ്പാണ് രാജ്യതലസ്ഥാനത്ത് ഗ്രനേഡ് ആക്രമണം നടത്താൻ പദ്ധതിയിട്ട 2 ISI തീവ്രവാദികളെ ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെല്ല് പിടികൂടിയത്. കൂടാതെ ജെയ്ഷെ മുഹമ്മദിന്റെ നേതൃത്വത്തിൽ പാവപ്പെട്ട കുടുംബത്തിൽ നിന്നുള്ള കുട്ടികളെ തിരഞ്ഞുപിടിച്ച് അല്ലെങ്കിൽ യുവാക്കളെ തിരഞ്ഞുപിടിച്ച് ഭീകരവാദത്തിലേക്ക് റിക്രൂട്ട് ചെയ്യിപ്പിക്കുന്നതും നടന്നു വരുന്നുണ്ട്. അതെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ കണ്ടെത്തുകയും അതിനെ തടയിടുകയും ചെയ്യുന്നുണ്ട്. ചെങ്കോട്ട ഭീകരാക്രമണത്തിന് ശേഷമാണ് വൈറ്റ് കോളർ ടെററിസം എന്ന പേര് തന്നെ നമ്മൾ കേൾക്കാൻ തുടങ്ങിയത്. ഈ എഞ്ചിനീയർമാരും അതോടൊപ്പം തന്നെ ഡോക്ടർമാരുമൊക്കെ ഇതിന്റെ ഒരു ഭാഗമായിട്ട് വരും. നിലവിൽ പാകിസ്ഥാൻ ചാരസംഘടനയായ ISIയുമായും പാക് ഗുണ്ട നേതാക്കളുമായും ചേർന്ന് പ്രവർത്തിച്ച 2 യുവാക്കളെ ഉത്തർപ്രദേശിന്റെ ഭീകരവിരുദ്ധ സേന അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. മിററ്റ് സ്വദേശി തുഷാർ ചൗഹാൻ, ഡൽഹി സ്വദേശി സമീർ ഖാൻ എന്നിവരെ നോയിഡയിൽ നിന്നാണ് പിടികൂടിയത്. ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പാകിസ്ഥാൻ രൂപീകരിച്ച സ്ലീപ്പർ സെല്ലുകളെ കുറിച്ചുള്ള അന്വേഷണമാണ് ഈ അറസ്റ്റിലേക്ക് നയിച്ചത്. പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഗുണ്ട നേതാക്കളായ ഷഹസാദ് ഭട്ടി, ആബിദ് ജാട്ട് എന്നിവരുമായി ഇവർക്ക് നേരിട്ട് ബന്ധമുണ്ടായിരുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ISIയുടെ നിർദ്ദേശപ്രകാരം പാക് യൂട്യൂബർമാരും ഗുണ്ട നേതാക്കളും ഇന്ത്യൻ യുവാക്കളെ മതപരമായി തീവ്ര ചിന്താഗതിക്കാരാക്കാനും സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്ത് ആക്രമണങ്ങൾക്ക് പ്രേരിപ്പിക്കാനും ശ്രമിക്കുന്നതായി ADGP അമിതാഭ് യാഷ് പറഞ്ഞിരിക്കുകയാണ്. ടാർഗറ്റ് ചെയ്യപ്പെട്ട വ്യക്തികളെ വധിക്കാൻ 2.5 ലക്ഷം രൂപയാണ് ഭട്ടി പ്രതികൾക്കായി വാഗ്ദാനം ചെയ്തത്. ഇതിന്റെ അഡ്വാൻസ് തുകയായി 50,000 രൂപയും വാഗ്ദാനം ചെയ്തിരുന്നു. ഗ്രനേഡ് ആക്രമണങ്ങൾ നടത്താനും തന്ത്രപ്രധാനമായ ഇടങ്ങൾ നിരീക്ഷിക്കാനും ഇവർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ദുബായ് വഴി പാകിസ്ഥാനിലേക്ക് കടക്കാൻ സഹായിക്കാമെന്നും ഹാൻഡൽമാർ ഇവരെ വിശ്വസിപ്പിച്ചിരുന്നു. പ്രതികളിൽ നിന്ന് ഒരു പിസ്റ്റൾ, 5 തിരികൾ കൂടാതെ കത്തികൾ എന്നിവ പിടിച്ചെടുത്തിട്ടുണ്ട്. മിററ്റ് സ്വദേശിയായ തുഷാർ ചൗഹാൻ ഇസ്ബുൾ അലി ഖാൻ എന്ന പേരിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ ഉണ്ടാക്കിയാണ് പാക് ബന്ധം സ്ഥാപിച്ചത്. പിടിയിലായ 2ാമത്തെ പ്രതി സമീർ ഖാൻ തെഹ്രീക്കെ താലിബാൻ ഹിന്ദുസ്ഥാൻ എന്ന പേര് ചുവരുകളിൽ എഴുതാനും കൂടുതൽ പേരെ സംഘത്തിലേക്ക് ചേർക്കാനുമായിരുന്നു നിർദ്ദേശം ലഭിച്ചിരുന്നത്. ഭാരതീയ ന്യായ സംഹിത, ആയുധ നിയമം, UAPA എന്നിവ വകുപ്പുകൾ പ്രകാരമാണ് പ്രതികൾക്കെതിരെ ഉത്തർപ്രദേശിലെ ATS കേസെടുത്തിട്ടുള്ളത്. ഇവരുടെ പിന്നിലുള്ള വിപുലമായ ശൃംഖലയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനായി പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമെന്ന് ATS അറിയിച്ചിട്ടുണ്ട്. പാകിസ്ഥാനിൽ നിന്നുള്ള ഹാൻഡൽമാർ കോൺഫറൻസ് കോളുകൾ വഴി പ്രതികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നതായും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ചില യൂട്യൂബേഴ്സിന് പാകിസ്ഥാനിൽ നിന്നടക്കം ചില ഫണ്ടുകൾ ലഭിക്കുന്നുണ്ട്. അതായത് രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ സന്ദർശിക്കാനും അവിടുത്തെ ഏറ്റവും വിലപ്പെട്ട രേഖകൾ, ഫോട്ടോകൾ, വീഡിയോകൾ, ദൃശ്യങ്ങളെല്ലാം പകർത്തിയെടുത്ത് പാകിസ്ഥാനിലെ ISIക്ക് അയച്ചു കൊടുക്കാനായിട്ട് പാകിസ്ഥാനിൽ നിന്നടക്കം സാമ്പത്തിക സഹായം നൽകുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുന്നുണ്ട്. അതിന്റെ ഒരു ഉദാഹരണമാണ് ജ്യോതി മൽഹോത്ര എന്ന യൂട്യൂബർ. ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് മുമ്പൊക്കെ പഹൽഗാമിലെത്തി അവിടുത്തെ വിഷ്വൽ എടുക്കുകയും കേരളത്തിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക ക്ഷണപ്രകാരം കേരളത്തിലെത്തി കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ അടക്കം പ്രധാനപ്പെട്ട ദൃശ്യങ്ങളും വീഡിയോകളും കപ്പലിന്റെ ദൃശ്യങ്ങളൊക്കെ എടുത്തു. കൂടാതെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെയും ഉൾപ്പെടെ തന്ത്രപ്രധാനമായ മേഖലയിലെ ദൃശ്യങ്ങളടക്കം ഡൽഹിയിലെയും അതോടൊപ്പം തന്നെ കേരളത്തിലെയും രാജസ്ഥാനിലേക്ക് അവിടെയൊക്കെ സന്ദർശനം നടത്തിയെടുത്ത് പാകിസ്ഥാനിലെ ISന് അയച്ചു കൊടുത്തുവെന്ന് ചോദ്യം ചെയ്യലിനൊടുവിലാണ് NIA തന്നെ വ്യക്തമാക്കിയത്. അതുപോലെ ഈ യൂട്യൂബേഴ്സിനെയും അങ്ങനെ ഈ പണം കൊടുത്ത് പണത്തിൽ പ്രലോഭിപ്പിക്കാവുന്ന പല ആളുകളെയും പാകിസ്ഥാനിൽ ISI ഇതുപോലെ ചാരപ്രവർത്തനത്തിൽ ഏർപ്പെടാനായിട്ട് അവരെ ഇതിലേക്ക് കൊണ്ടുവരുന്നുവെന്നാണ് ATS പറയുന്നത്.